പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു കോമഡി, ബിഗ് ബോസ് സീസൺ 7 നടക്കുന്ന ഒരു കോമഡി. അതുമല്ല, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ മിസ്റ്റർ ജിനു, അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ ഒരുപാട് ചിരിക്കാറുണ്ട്. എവിടെ നിന്ന് മൂപ്പര് ഇതിൽ ഒരു ടെലികാസ്റ്റ് നടക്കുമ്പോൾ അതിൽ നിന്ന് ഇതുപോലെ ചിരണ്ടി എടുത്തുകൊണ്ട് അതിൻ്റെ കോമഡികൾ കണ്ടെത്തി അത് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടൻറ്റ് മാന്തിയെടുത്ത് അത് വളരെ ഹാസ്യരൂപേണ അന്ന് കൊള്ളണ്ടവർക്ക് കൊള്ളുന്ന രീതിയിൽ അതിൻ്റെ അവതരിപ്പിച്ച് മിസ്റ്റർ ജിനു എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത്, അത് നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് തോന്നാം. എന്നിരുന്നാലും നമുക്കത് അതിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആ ജിനുവിൻ്റെ പ്രസൻറ്റേഷൻ, ആ ജിനു പറയുന്നത് വളരെ കാര്യങ്ങളുള്ള ഒരു കാര്യമാണ്. രേണു സുധി എന്ന് പറയുന്ന വ്ളോഗർ, അതുപോലെ തന്നെ എയർ ഹോസ്റ്റസ്, അതുപോലെ തന്നെ നേഴ്സ്, എന്തെല്ലാം വിഭാഗത്തിൽ ജോലി ചെയ്ത ഒരു വ്യക്തിനെ ഇങ്ങനെ ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെടുത്തുന്നത് ആ രേണുവിൻ്റെ നമ്മുടെ ആരാധകരെ സഹിക്കാൻ പറ്റുമോ? മോഹൻലാൽ പോലും ആ രേണുവിനെ അപമാനിച്ചു. അതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കരണമാണ് നമ്മുടെ ജിനു പറയുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് ജിനുവിൻ്റെ വീഡിയോയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഓക്കെ. മലയാളം TV ഷോയുമായി ബന്ധപ്പെട്ട ഏറെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രമുഖ താരമായ ഒരു വ്യക്തിയെ ബിഗ് ബോസിലേക്ക് വിളിച്ചു കൊണ്ടുപോയതിനു ശേഷം കടുത്ത രീതിയിൽ അപമാനിക്കുന്നു. പരസ്യമായി അവഹേളിച്ച് നിന്ദിച്ച് ഇകഴ്ത്തി പുറത്താക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് പ്രധാനമായും കൂട്ടുനിൽക്കുന്നത് ബിഗ് ബോസിന്റെ ആളുകളും ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ. അതിനൊപ്പം ലാലേട്ടനും അതിന്റെ കൂടെ കൂടുന്നത് ഏറെ ദയനീയമായ ഒരു കാഴ്ചയാണ്. പ്രമുഖ താരത്തിന്റെ ആരാധകർ ഇതെപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമെന്ന് ആരും ധരിക്കരുത്. എന്തായിരുന്നു സംഭവം? വരട്ടെ. ഇതൊക്കെ കാണണം. നിങ്ങൾ എന്തൊക്കെയാണ് ഓരോരുത്തരുടെ മോളിൽ കയറി കിടക്കുന്നു, അത് വെക്കുന്നു, എന്താണ് അതിന്റെ ഇടയിൽ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോ ഒരു ക്യാമറ, അഡീഷണൽ ആയിട്ട് ഒരു ക്യാമറ നിൽക്കുന്നത്. ആരെന്നറിയാം? ഒന്നും ചെയ്യാതെ ഒരാള്. ഒന്നും ചെയ്യാതെ നിന്ന് ആളെ തെളിയിട്ട് ആരാണ്? ക്യാമറയാണെന്ന് എന്ത് പറ്റി? മുടിയുടെ പ്രോബ്ലം കാരണമാണോ? അല്ല, സംരക്ഷിച്ചോണ്ടിരിക്കണോന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്തോണ്ടിരിക്കണം? കൊടികളെ സംരക്ഷിക്കണം. ഓ, സംരക്ഷിക്കണം, മറ്റുള്ളവരെ എടുക്കാതിരിക്കാൻ. അതെ, സോഷ്യൽ മീഡിയ നെഞ്ചിലേറ്റിയ പ്രമുഖ നടിയും നർത്തകിയും ഗായികയും എയർ ഹോസ്റ്റസും നഴ്സും എഞ്ചിനീയറും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവും ഫാമിലി ബ്ലോഗറുമായ രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ താരത്തെ പരസ്യമായി ഇകഴ്ത്തുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ആ ഒരു കാഴ്ച താരത്തിന്റെ ആരാധകരെ തീർച്ചയായും വിഷമിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ അവഹേളനത്തിലേക്ക് പോയത്? അതായത് താരം അവിടെ പറയുന്നത് താൻ ബിഗ് ബോസ് പറഞ്ഞ ഒരു കാര്യമാണ് ചെയ്തത്. അതായത് ആ ഗെയിമിൽ ഒരു പക്ഷേ താൻ മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. എന്നാൽ കൊടി സംരക്ഷിക്കുന്നതിനാണ് താൻ മുൻഗണന കൊടുത്തത്. അതുകൊണ്ട് തന്നെ താൻ കൊടി സംരക്ഷിക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ ലാലേട്ടനും ബിഗ് ബോസും അത് വളച്ചൊടിച്ച് തന്റെ സംരക്ഷണത്തിന് യാതൊരു വിലയും കൊടുക്കാതെ പരസ്യമായി. അപ്പോ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് കേൾക്കാം. ആര് സംരക്ഷിക്കും? ഒന്ന് ഞാൻ പറഞ്ഞു, ചെയ്യുന്ന കാര്യത്തിൽ സത്യസന്ധത വേണം. ഈ പറഞ്ഞ വ്യക്തികൾക്കും കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് ഓർക്കണം. ഇതൊന്നും ഞാൻ പറയുന്നില്ല, മനഃപൂർവ്വം ഞാൻ മിണ്ടാതിരുന്നു. ആര് സംരക്ഷിക്കും? പറയടോ, താനൊക്കെ പറയടോ, താനൊക്കെ പറ. താങ്ക് യു. അതെ, അത് തന്നെയാണ് പറയാനുള്ളത്. അതായത് ബിഗ് ബോസ് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു ആ ഒരു കൊടി സംരക്ഷിക്കണമെന്ന്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ കൊടി സംരക്ഷിച്ചത് കുറ്റമായ രീതിയിൽ വളച്ചൊടിച്ചതിന് ശേഷം താരത്തെ അപമാനിക്കാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പരസ്യമായി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് താരത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. കഴിഞ്ഞ ദിവസം ഔട്ടായ നമ്മൾ കണ്ടതാണ് കലാഭവൻ സരിക. കഴിഞ്ഞ ആഴ്ചയിൽ ഉടനീളം പ്രമുഖ താരത്തെ അവഹേളിക്കാനും താരത്തിന്റെ തലയിൽ പേനുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അവഹേളനം നടത്തി. ആ ഒരു താരത്തിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. സഹ മത്സരാർത്ഥികളോട് സംസാരിക്കാൻ പോലുമുള്ള അനുവാദം കൊടുക്കാതെ കണ്ണുകെട്ടി പിൻവാതിലിലൂടെ അടുക്കളയിലൂടെ പുറത്തേക്ക് പോകുന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടാണ്. ആ ഒരു അവസ്ഥയിലൂടെ അവിടെ നിന്ന് ചിരിക്കുന്ന പല മത്സരാർത്ഥികളും കടന്നുപോകും. അതിനുള്ള ശേഷി പ്രമുഖ താരത്തിന്റെ ആർമിക്കുണ്ട്. ഇനി ഏറെ ദുഃഖിപ്പിക്കുന്ന മറ്റൊരു വാർത്ത, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് കലാഭവൻ സരിക എന്ന് പറയുന്ന പ്രമുഖ താരം പോയപ്പോൾ സരിക തന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുമെന്ന് പറഞ്ഞ ആ ഒരു പ്രമുഖ മത്സരാർത്ഥി
എന്നാൽ ഈ സരികയെ മിസ് ചെയ്യേണ്ട, പുറത്തിറങ്ങി സരികയുടെ കൂടെ പോവുക, ഒരുമിച്ച് പോയി താമസിക്കുക, കെട്ടിമറിഞ്ഞ് കളിക്കുക, എന്താച്ചാ ചെയ്ത സരികയുടെ കൂടെ അതേ ഫ്ലൈറ്റിൽ ഒരുമിച്ച് ഇൻഡിഗോ എയർലൈൻസിൽ കൊച്ചിയിലേക്ക് പോകാനുള്ള ആ ഒരു സൗഭാഗ്യം കൈവന്നിരിക്കുന്നു. അത് ആരാണ് ആ പ്രമുഖ മത്സരാർത്ഥി? കടന്നു വന്നാട്ടെ, നാണിക്കണ്ട കയറി വന്നോളൂ. ഈ നല്ല രീതിയിൽ കളിച്ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അനക്ക് പറ്റിയത് വല്ല സുമോ കുസ്തിയും കാണുകയാണ്. മേലാൽ ഇത്തരം പരിപാടികളുമായിട്ട് ഇനി ഇവിടെ കയറി വരില്ല. ആദ്യം ഈ ബിഗ് ബോസിനെ അവഹേളിച്ചു, അതിനുശേഷം അവിടെ പോയി വലിയ രീതിയിൽ ബിഗ് ബോസിനെ വാഴ്ത്തിപ്പാടി. ഇനിയിപ്പോ പുറത്തു പോയതിനു ശേഷം നല്ല രീതിയിൽ വീണ്ടും തന്തയ്ക്കും തള്ളയ്ക്കും ബിഗ് ബോസിനെ വിളിക്കുന്നതായിരിക്കും. അതാണല്ലോ ശീലം. അതുകൊണ്ട് തന്നെ ആ പ്രമുഖ മത്സരാർത്ഥിയുടെ നിലപാട് ബിഗ് ബോസിന് അത്ര പിടിച്ചില്ല. സ്വാഗതം ചെയ്യാൻ നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഷാരിക KV കല്ല് വെച്ച നമ്മുടെ മാല ഇട്ട് നിൽക്കണ്, കമ്മലിട്ട് നിൽക്കണ്, മോതിരിട്ട് നിൽക്കണ്, ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ ഏതെങ്കിലും നടികൾ ചെയ്തിട്ട് അവർക്ക് ഇത്തിരി 4 കടല മേടിക്കാനുള്ള കാശ് കിട്ടിയോട്ടെ എന്ന് ലാലേട്ടന് വിചാരിക്കാമല്ലോ. എന്തിനാണ് അവരൊക്കെ പിച്ചപ്പാളയിൽ എന്തിനാണ് കൈയിട്ട് പോകാൻ ലാലേട്ടന് എത്രയോ പരസ്യങ്ങൾ വേറെ ചെയ്യാം. ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന അവരെ കഞ്ഞിയിൽ പാറ്റിടന്ന ഇതുപോലെയുള്ള പരസ്യങ്ങളിൽ ഇനി ലാലേട്ടൻ തുടർന്ന് ചെയ്താൽ അവരൊക്കെ ഈ പണി ഉപേക്ഷിച്ച് 10 വയസ്സിക്ക് വകയില്ലാണ്ട് വീട്ടിൽ ചെന്നിരിക്കേണ്ട വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പരസ്യം കണ്ടില്ലേ? ആ പരസ്യം ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഇടയിൽ എത്ര പ്രാവശ്യം കാണിക്കണമെന്നറിയാം ആ പരസ്യം. അപ്പോൾ ആ പരസ്യത്തിൽ നല്ല പൈസ നമ്മുടെ ഒന്നുമില്ലെങ്കിൽ വലിയ വലിയ ഹിന്ദി നടികളോ അല്ലെങ്കിൽ മലയാള നടികളോ ചെയ്യേണ്ട പരസ്യം, അല്ലെങ്കിൽ മഞ്ജു വാര്യരൊക്കെ വന്ന് ചെയ്യേണ്ട പരസ്യം അതും ലാലേട്ടൻ ചെയ്തു. അവരെ കഞ്ഞിയിലും പാറ്റിയിട്ടു. അതുപോലെ തന്നെ ബിഗ് ബോസിൽ വരുന്നില്ല ലാലേട്ടില്ല എന്ന് കുറേ പറഞ്ഞു കേട്ടു. അവസാനം ദേ വരുന്ന ഡീം എന്ന് പറഞ്ഞ് ബിഗ് ബോസിൽ ആരെങ്കിലും വല്ല പച്ചരി മേടിച്ചാൽ ലാലേട്ടൻ്റെ റോള് വന്നെടുത്ത് വല്ല പണിയില്ലാണ്ട് സിനിമയിൽ റോളില്ലാണ്ടിരിക്കുന്നത് അതെടുത്തേട്ടെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. ലാലേട്ടൻ ഇപ്പോൾ എല്ലായിടത്തും എത്തിപ്പിടിക്കുന്നു. അതൊന്നും പോരാണ്ട് സെലിബ്രിറ്റിയായ നമ്മുടെ മലയാളികളുടെ കണ്ണിലുണ്ണിയായ നമ്മുടെ രേണുവിനെ എങ്ങനെ ഇട്ടിട്ട് കളിയാക്കുക എന്ന് പറഞ്ഞാൽ അവരാരാധകരത് സഹിക്കില്ല. അതാണ് നമ്മുടെ ജിനു പറഞ്ഞതിൻ്റെ അർത്ഥം. അവരാരാധകരത് പൊട്ടിക്കരഞ്ഞു പോവും. നമ്മുടെ ഗിസേല് പറയണ പോലെ ഹൃദയം പൊട്ടിടാ ലാലേട്ടാ, എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി എന്ന് പറയണ്ടല്ലോ. ലാലേട്ട എപ്പോഴും വന്ന് ഗിസേലിനോട് ചോദിക്കണല്ലോ, ഹൃദയം പൊട്ടിയോ? ആ പൊട്ടി. അതുപോലെ ഒരുപാട് ഹൃദയങ്ങളെ പൊട്ടിച്ചു കൊണ്ടാണ് പരസ്യത്തിൽ സ്ത്രീകൾ അഭിനയിക്കുന്ന നടികൾ അഭിനയിക്കുന്ന പരസ്യം ലാലേട്ടൻ ചെയ്തു. അവരെ ഹൃദയം പൊട്ടി. നമ്മുടെ സെലിബ്രിറ്റിയായ രേണുവിൻ്റെ ഹൃദയം പൊട്ടി. അതുപോലെ തന്നെ നമ്മുടെ ജിനുവിൻ്റെ വീഡിയോ കണ്ടല്ലോ, നമുക്ക് വളരെ രസകരമായിട്ട് തോന്നിയില്ലേ? നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനലൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.